الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا عبده ورسول أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد بسم الله ما شاء الله 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 كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الرحمن علم القرآن خلق الإنسان قال رسول الله صلى الله عليه وسلم مجلس العلم روضة من رياض الجنة يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم ഖബറന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ മെടയ്ക്കു പകരോ ബാളമാ സുബ്ഹാന
റബ്ബി അതിൽ കിടക്കേണ്ടതാ നസുമാന. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഈ മഹനീയമാകുന്ന ഇച്ചിലങ്കോട് പച്ചമ്പളം ഹസ്രത്ത് ബാവ ഫക്കീർ വലിയുല്ലാഹി തങ്ങളുടെ മക്കാം ഉറൂസിനോടനുബന്ധിച്ചുകൊണ്ട് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സയ്യിദന്മാർ, ഉസ്താദന്മാർ, മുഅല്ലിമീങ്ങൾ, മുതഅല്ലിമീങ്ങൾ, രക്ഷിതാക്കൾ, അല്ലാഹുവോട് ഒരുമിച്ച് കൂടൽ കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കടക്കുവാൻ കാരണമാകുന്ന മജ്ലിസായി നാഥൻ നസീബാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ അല്ലാഹു അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് ഈ പള്ളിയെ പരിപാലിച്ചവർ, ഈ മക്കാമിന്റെ ഖിദ്മത്ത് ചെയ്തവർ, ഈ പള്ളിക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്ത പണ്ഡിതന്മാർ പലരും ഇന്ന് ആറടി മണ്ണിന്റെ ഉള്ളറയിലാണ്. അല്ലാഹു അവരുടെ മണ്ണറ അല്ലാഹു മണിയറയാക്കി കൊടുക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന ഓരോ സാധുക്കളുടെയും ഹലാലാകുന്ന മുറാദുകളെല്ലാം അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാ, നീണ്ടു നിൽക്കുന്ന മഹനീയമാകുന്ന 14 ദിവസത്തെ മതപ്രഭാഷണത്തിന്റെ വേദിയാണ്. 10 ദിവസം നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഭൂമിയില് 2 സ്വർഗമുണ്ടെന്ന. അതിലൊന്നാമത്തെ സ്വർഗമായി ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഭൂമിയിലെ ഒന്നാമത്തെ സ്വർഗം എന്ന് പറയുന്നത് മദീനയിൽ ഒരു പ്രത്യേക സ്ഥലമുണ്ട്, അവിടാണ്. അത് ഞാൻ ഏതാണെന്ന് പറയണില്ല, നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുള്ളതാ. ഭൂമിയിലെ രണ്ടാമത്തെ സ്വർഗം എന്ന് പറയുന്നത് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മജ്ലിസുൽ ഇൽമി റൗദത്തും മിൻ റിയാദിൽ ജന്ന ഷഫീഇനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇൽമ ചർച്ച ചെയ്യുന്ന വേദി എന്ന് പറയുന്നത് അത് സ്വർഗമാണ്, സ്വർഗത്തിന്റെ മജ്ലിസാണെന്ന് ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നിങ്ങളോടൊക്കെ ചോദിക്കാ, സ്വർഗം വേണോ നരകം വേണോ? നിങ്ങളോട് ചോദിക്കാ, സ്വർഗം വേണോ നരകം വേണോ? നിങ്ങൾ എല്ലാവരും പറയും, ഉസ്താദേ സ്വർഗം എന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രതിഫലമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ഞാനും നിങ്ങളും പറയും. അപ്പൊ അൽഹംദുലില്ലാ, കണ്ണിന്റെ മുമ്പിൽ സ്വർഗം കണ്ടിട്ട് കയറിയിരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരെക്കാൾ ഒരു അധഭാഗ്യവാനും ഈ ചിലം കൊണ്ടുണ്ടാകൂല. അപ്പൊ ഇൻഷാ അല്ലാഹ് ആ പുറത്ത് നിൽക്കണവരൊക്കെ നമ്മൾ ഉറൂസിന് വന്നവരാ, വയല് കേൾക്കാൻ വന്നവരാ. ചിലപ്പോ ഇത് നമ്മുടെ അവസാനത്തെ മജ്ലിസാകാം, ചിലപ്പോ ഇത് നമ്മുടെ അവസാനത്തെ സദസ്സാകാം. നാളെ ചിലപ്പോ വയല് കേൾക്കാൻ ഞാനോ നിങ്ങൾ ഉണ്ടാകണമെന്നില്ല, വയല് പറയാൻ ഞാൻ ഉണ്ടാകണമെന്നില്ല, വയല് കേൾക്കാൻ നിങ്ങൾ ഉണ്ടാകണമെന്നില്ല. അപ്പൊ ഇത് ചിലപ്പോൾ അവസാനത്തെ സദസ്സാകാം എന്നുള്ള നെയ്യത്ത് വെച്ച് ഈ സദസ്സിലേക്ക് കയറിയിരിക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ, അള്ളാഹു റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ ചോദിക്കട്ടെ, മദീന കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയമ്മ. ഞാൻ കണ്ടിട്ടില്ല, ഒരുപാട് പേരുണ്ട്. അള്ളാഹു മദീന കാണാൻ അള്ളാഹു സൗഭാഗ്യം കൊടുക്കട്ടെ. ഈ മദീന കാണാനുള്ള മാർഗം എന്താ? നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുക. അതിനു മുമ്പ് ഈ മദീന കാണാനുള്ള മാർഗം എന്താ? ഏകദേശം ഒരു 6 മാസം മുമ്പ് മലപ്പുറം ജില്ലയിലെ താനൂർ എന്ന് പറയുന്ന പ്രദേശത്ത് വയലിന് പോകുമ്പോ ട്രെയിനിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞ, ഉസ്താദേ 22 കൊല്ലം ഞാൻ സൗദി അറേബ്യയിൽ ജോലി ചെയ്തവനാ, 22 കൊല്ലം ഞാൻ സൗദി അറേബ്യയിൽ ജോലി ചെയ്തവനാ. ആ 22 കൊല്ലത്തിന്റെ ഇടയിൽ ഒരു തവണ പോലും ഉസ്താദേ എനിക്ക് മദീനയുടെ ചാരത്തേക്ക് ചെല്ലാൻ കഴിഞ്ഞില്ല ഉസ്താദേ. എന്താ പറഞ്ഞേ? 22 കൊല്ലം ഞാൻ സൗദി അറേബ്യയിൽ ജീവിച്ചു, ആ 22 കൊല്ലത്തിന്റെ ഇടയിൽ ഒരു തവണ പോലും എനിക്ക് മദീന കാണാൻ കഴിഞ്ഞില്ല ഉസ്താദേ എന്ന സാധുവായ സഹോദരൻ പറയുമ്പോ 22 അല്ല, 25 അല്ല, 30 അല്ല, 60 അല്ല, ആയിരക്കണക്കാന വർഷത്തോളം സൗദി അറേബ്യയുടെ മണ്ണിൽ ജീവിച്ചാലും ജനിച്ചാലും ജോലി ചെയ്താലും പണിയെടുത്താലും പെണ്ണ് കെട്ടിയാലും മക്കളുണ്ടായാലും ബിസിനസ് തുടങ്ങിയാലും സംരംഭങ്ങൾ ആരംഭിച്ചാലും അവിടെ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്താലും അള്ളാഹുവിന്റെ റസൂലിന്റെ മദീന കാണണമെങ്കിൽ മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാര് പറയുന്നു, നമുക്ക് തൗഫീക്ക് വേണം, നമുക്ക് തൗഫീക്ക് വേണം. ഉസ്താദന്മാരൊക്കെ പറയുന്നത് കാണാം, ആ മദീന കാണണമെങ്കിൽ, ആ തൗഫീക്ക് വേണമെങ്കിൽ ആദരവാകുന്ന പ്രവാചകന്റെ പേരിൽ ആയിരക്കണക്കാന സ്വലാത്തുകൾ ആ മദീനത്തേക്ക് നമ്മളെ കൊണ്ട് ചെല്ലാൻ കഴിയണം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ, അള്ളാഹു റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ വയൽ തുടങ്ങുന്നതിന് മുമ്പ് ഒരുപാട് നേരം ഒന്നും 12:30 മണിക്ക് എനിക്ക് ട്രെയിനാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു 11:45 ഇവിടെ നിന്ന് പോയാലേ കിട്ടൂ. അപ്പോൾ അത്രയും നേരമൊക്കെ ഉണ്ടാകും, ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1.25 മണിക്കൂർ. ഞാൻ പറയണത്, ഇവിടെ മുത്ത് നബിയുടെ പേര് പറയുമ്പോൾ
ആവേശത്തോടെ, ഇഖ്ലാസോടെ, അദബോടെ, തഖ്വയോടെ ഉസ്താദേ മദീന ഉസ്താദെ മരിക്കുന്നതിന് മുമ്പൊന്ന് കാണണമെന്നുള്ള നിയ്യത്ത് വെച്ചിട്ട് ആയിരക്കണക്കാന സ്വലാത്ത് നമുക്ക് ചൊല്ലാൻ കഴിയണം. ചൊല്ലൂലേ? ചൊല്ലൂലേ? മുമ്പിലിരിക്കണവര് മാത്രം പറഞ്ഞ ചൊല്ലൂലേ? ഇൻഷാ അല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി മുഹമ്മദ് മുസ്തഫ, ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറയാത്ത നബി മുഹമ്മദ് മുസ്തഫ, മദീനയുടെ നായകനാകുന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരെന്റെ പ്രിയമുള്ളവരെ പറയുമ്പോ മനോഹരമാകുന്ന സ്വർഗത്തിന്റെ വേദിയിലേക്ക് കടന്നിരിക്കുന്നവരോട് പറയുകയാണ് അൽഹംദുലില്ലാഹ്. ആയിരക്കണക്കാന സ്വലാത്തുകളുണ്ടല്ലോ, ഒഴുകണ്ടതാ, പരത്തണ്ടതാ. സ്വർഗമെന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രതിഫലമുണ്ടല്ലോ, അല്ലാഹു തരുന്നതാ, അല്ലാഹു തരുന്നതാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് സ്നേഹത്തോടു കൂടി പറയുകയാണ്, ഇച്ചിലങ്കോട് മനോഹരമാകുന്ന ഉറൂസിലേക്ക് കടന്നു വന്നിരിക്കുന്ന ആയിരക്കണക്കാന സഹോദരന്മാരോട് സഹോദരിമാരോട് പറയുകയാ, റസൂലുള്ളാഹിയുടെ പേര് പറയുമ്പോ, മദീനയുടെ പേര് പറയുമ്പോ, ഹബീബിന്റെ പേര് പറയുമ്പോ, റസൂലുള്ളാഹിയുടെ ചരിത്രങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ആവേശത്തോടെ സ്വലാത്ത് ചൊല്ലേണ്ടതാ, ആവേശത്തോടെ സ്വലാത്ത് ചൊല്ലേണ്ടതാ. ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, മജ്ലിസുൽ ഇൽമി റൗലത്തും മിൻ റിയാദിൽ ജന്ന. അറിവ് പറയുന്ന വേദിയുണ്ടല്ലോ, ഇൽമു പറയുന്ന വേദിയുണ്ടല്ലോ, വഅദ് പറയുന്ന വേദിയുണ്ടല്ലോ, നസീഹത്ത് നടത്തുന്ന വേദിയുണ്ടല്ലോ, ദർസ് നടത്തുന്ന വേദിയുണ്ടല്ലോ, റൗലത്തും മിൻ റിയാദിൽ ജന്ന. അത് സ്വർഗത്തിന്റെ വേദിയാണെന്ന് എന്റെ പ്രിയമുള്ളവരെ പറയുമ്പോ, 2 മണിക്കൂർ ഇച്ചിലങ്കോടിന്റെ പരിസരത്ത് ഇത് സ്വർഗത്തിന്റെ വേദിയാണ് ചെറുപ്പക്കാരാ, ഇത് സ്വർഗത്തിന്റെ വേദിയാണ് ചെറുപ്പക്കാരാ. ഈ സദസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ പാപങ്ങൾ മുഴുവനുമുണ്ടല്ലോ, പൊറുപ്പിച്ചെടുത്തുകൊണ്ട് ഇറങ്ങാൻ കഴിയേണ്ടതാ. നാദാ, അതിനുള്ള സൗഭാഗ്യങ്ങളു, അതിനുള്ള കബൂലിയത്തു തരണേ അല്ലാ, റാഹത്തിലാക്കണ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. അതുകൊണ്ട് ഈ മഹനീയമാകുന്ന 1.5 മണിക്കൂറത്തെ സ്വർഗത്തിന്റെ വേദിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പാപങ്ങൾ മുഴുവനും പൊറുപ്പിച്ചെടുത്തിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഇറങ്ങാൻ കഴിയണം. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ, കബൂലാക്കണേ റഹ്മാനെ. മരണത്തിന്റെ വേദന എന്ന് പറയുന്ന അതിഭയാനകരമാകുന്നൊരു വിഷയമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ മരണത്തിന്റെ വേദനയിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം, ആ മരണത്തിന്റെ വേദനയിൽ നിന്ന് നമുക്ക് എങ്ങനെ അൽഹംദുലില്ലാ രക്ഷപ്പെടാം, എങ്ങനെ നമുക്ക് സ്വർഗത്തിലേക്ക് കടക്കാം, ആ മരണത്തിന്റെ വേദനയിൽ നിന്ന് അൽഹംദുലില്ലാ നമുക്ക് എന്റെ പ്രിയപ്പെട്ടവരെ എങ്ങനെ രക്ഷപ്പെട്ട് സ്വർഗമെന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രതിഫലത്തിലേക്ക് കടക്കാം എന്ന് പറയുന്ന ഒരു വിശാലമാകുന്ന വിഷയമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. 14 ദിവസമായി നമ്മുടെ ഈ വഅദിന്റെ സദസ്സ് തുടങ്ങിയിട്ട്, ഇന്ന് 10ാമത്തെ ദിവസമല്ലേ ഉസ്താദെ? ഇന്ന് 10ാമത്തെ ദിവസമാണ്. അപ്പൊ നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ നിങ്ങൾ ഇച്ചിലങ്കോടുകാർ ഉസ്താദന്മാരെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നവരാ, അല്ലെങ്കിൽ 14 ദിവസം ഒരിക്കലും വഅദ് നടക്കൂല. അപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ 2 ദിവസം വഅദ് വെക്കാൻ പറഞ്ഞ തന്നെ കമ്മിറ്റി മുണ്ടുമൊക്കെ ഓടല. 2 ദിവസം തന്നെ വഅദ് വെക്കാൻ പറഞ്ഞാല് ഞങ്ങളുടെ നാട്ടിലൊക്കെ കമ്മിറ്റിക്കാർ പറയും, ഉസ്താദെ ചെലവല്ലേ ഉസ്താദെ, എന്താ പറയണേ, ചെലവല്ലേ ഉസ്താദെ. പക്ഷേ അൽഹംദുലില്ലാ ഈ 14 ദിവസം ലക്ഷക്കണക്കാണ് രൂപ ചെലവാക്കിയിട്ട് ഇവിടെ ഈ സദസ്സ് നടത്തുന്നത് അത് ഈ മഹാനോടുള്ള ഗുരുത്വവും പൊരുത്തവും നമ്മുടെ ജീവിതത്തിലുള്ളത് കൊണ്ട് അള്ളാഹുവേ ആ മഹാന്റെ ഗുരുത്വവും പൊരുത്തവും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞാൻ പറയണത് ഈ 10 ദിവസം ഇവിടെ വഅദ് പറയാൻ ഓരോ ഉസ്താദന്മാര് കടന്നു വന്നു അല്ലേ? വന്നില്ലേ? വന്നു. ഈ 10 ദിവസവും ഓരോ ഉസ്താദന്മാര് വഅദ് പറയാൻ വന്നത് ഇവിടുത്തെ കമ്മിറ്റിക്കാർ അവരെ വിളിച്ചത് കൊണ്ടാ വന്നത് അല്ലേ? വന്നത്. ഇപ്പൊ ഇന്ന് നമ്മൾ ഭക്ഷണം കഴിച്ച ഖത്തർ മൊയ്തു ഹാജി, അള്ളാഹു ഭക്ഷണത്തിലൊക്കെ അള്ളാഹു ബറക്കത്ത് കൊടുക്കട്ടെ. അദ്ദേഹം എന്നെയും എന്റെ കൂടെ വന്നവരെയും ഇവിടുത്തെ ഉസ്താദന്മാരെയും ക്ഷണിച്ചത് കൊണ്ടാണ് അവിടെ ചെന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചത്. ഇപ്പൊ ഇവിടെ മൈക്ക് സെറ്റ് ഓപ്പറേറ്റ് ചെയ്യാതിരിക്കണ സഹോദരൻ, അദ്ദേഹത്തിന് ഇവിടുത്തെ കമ്മിറ്റിക്കാരെ ക്ഷണിച്ചത് കൊണ്ടാണ് ഈ ഉറൂസിലേക്ക് കടന്നു വന്നത്. നമ്മളൊക്കെ വീട്ടിലിരിക്കുമ്പോ നമ്മുടെ വീട്ടിലേക്ക് പല അതിഥികളും എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വരും. എന്നാൽ നമ്മൾ ഏത് കിടപ്പുറയിന്റെ അകത്ത് കിടന്നാലും, നമ്മൾ ഏത് വെന്റിലേറ്ററിന്റെ അകത്ത് കിടന്നാലും,
നമ്മൾ ഏത് ദുനിയാവിന്റെ അറ്റത്തു പോയി കിടന്നാലും നമ്മുടെ വീട്ടിലേക്ക് വിളിക്കാതെ ധൈര്യത്തോടു കൂടി കയറി വന്ന് നമ്മളെ കൂടെ കൂട്ടാൻ പറ്റുന്ന ഒരു അതിഥിയുണ്ട്. ആ അതിഥിയെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അള്ളാഹു പഠിക്കാൻ അള്ളാഹു സൗഭാഗ്യം നൽകട്ടെ. ഞാൻ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ ഇവിടെ വഅ്ള് പറയാൻ വന്നത്, ഇപ്പൊ ഇവിടെ മൊയ്തൂച്ച എന്നെ വിളിച്ചുകൊണ്ട് ഞാൻ വന്നു. വിളിച്ചല്ലേ ഞാൻ വരുമോ? എനിക്ക് മൈക്ക് തരുമോ? ഇല്ല. ഇവിടുത്തെ ആളുകളെയൊക്കെ ഇവിടുത്തെ കമ്മിറ്റിക്കാർ ഔദ്യോഗികമായിട്ട് ക്ഷണിച്ചു, നിങ്ങളെല്ലാം വരണം, അതുകൊണ്ട് നിങ്ങൾ വന്നു. എന്നാൽ നമ്മൾ നമ്മുടെ വീടിന്റെ അകത്ത് ഇരിക്കുമ്പോ, നമ്മൾ ഏതെങ്കിലും ഗുഹയ്ക്കകത്ത് ഇരിക്കുമ്പോ, നമ്മൾ യാത്ര ചെയ്യുമ്പോ, നമ്മൾ വയല് പറയുമ്പോ, നമ്മൾ വയല് കേൾക്കുമ്പോ, നമ്മൾ സിയാറത്ത് ചെയ്യുമ്പോ, നമ്മുടെ വീട്ടിലേക്ക് കടന്നു വന്നുകൊണ്ട് വിളിക്കാതെ എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വരുന്ന അതിഥിയെ പറ്റി നമ്മൾ പഠിക്കാൻ പോവാ. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ നല്ല മരണം നൽകി അനുഗ്രഹിക്കണേ. അല്ലാ പടച്ചവനെ, ഈമാനോടെ മരിക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ. അല്ലാ പഠിച്ചോ, മരണത്തിന്റെ വേദന എത്രത്തോളം വലുതാണെന്ന് നമ്മൾ പഠിക്കാൻ പോവാ. മരണത്തിന്റെ വേദന എത്രത്തോളം വലുതാണ് നമ്മൾ പഠിക്കാൻ പോവാ. ഞാൻ ചോദിക്കട്ടെ, മരിക്കൂല ഉസ്താദെ എന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു ചങ്ങാതി ഇവിടെ ഉണ്ടെങ്കിൽ എന്ന് കൈവക്കിയപ്പ, ഉസ്താദെ ഞാൻ മരിക്കൂല ഉസ്താദെ എന്ന് ചിന്തിക്കണ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. കാരണം എന്തേ? നമ്മുടെ പള്ളിയിലെ ഓരോ മീസാങ്കലും നമുക്ക് സാക്ഷിയാ. മരണത്തിന് മൂന്നടയാളമുണ്ടെന്ന. ഒന്ന്, ശരീരത്തിൽ രോമങ്ങൾ നരച്ചാൽ എഴുതി വെച്ചോ അവര് മരിക്കാനായി. 2, മുതുകു വളഞ്ഞു കഴിഞ്ഞാൽ എഴുതി വെച്ചോ അത് മരണത്തിന്റെ രണ്ടാമത്തെ അടയാളമാ. 3, നിരന്തരമാകുന്ന അസുഖങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്കുണ്ടെങ്കിൽ അവരും എഴുതി വെച്ചോ എന്റെ പ്രിയപ്പെട്ടവരെ മരണത്തിന്റെ അടയാളമാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ നല്ല മരണം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. പിന്നെ എന്റെ ഒരു അഭിപ്രായത്തില്, ഉസ്താദന്മാരുടെ അഭിപ്രായം എങ്ങനെ തന്നെ ആയിരിക്കും, ഈ 3 അടയാളമുള്ളവർ വല്ലാത്ത ഭാഗ്യവാന്മാരാ, ഭാഗ്യവതിമാരാ. കാരണം എന്തേ? ഒരു 60 വയസ്സ് വരെ കള്ളു കുടിച്ച ചങ്ങാതികളുടെ മുടി നരച്ചപ്പോ ഓരിക്കൊരു ചിന്ത വരും, അല്ലാ ഇനി കള്ളുകൂടി നിർത്തണം, അല്ലാഹുവേ ഇനി നന്നാകണമല്ലാ, ഇനി ഇബാദത്ത് ചെയ്യണമല്ലാ എന്നൊരു തോന്നൽ ഓനിക്ക് വരും, അല്ലേ? അപ്പൊ അതുണ്ടാകുന്നതും ഒരു സൗഭാഗ്യമാണ്. പക്ഷെ നേരെ തിരിച്ചു ഉണ്ടാകും. കാരണം എന്തേ? 60 വയസ്സ് വരെ കള്ളുടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ചങ്ങാതി, ഓന്റെ മുടി പെട്ടെന്ന് നരച്ചു. ഓനിക്കൊരു ചിന്ത വരും, റബ്ബേ കൂടി ഇപ്പോൾ ഒരു 5 കൊല്ലം കൂടി ഉണ്ടാകും. 5 കൊല്ലം കൊണ്ട് ബിവറേജ് എത്രത്തോളം വറ്റിക്കാൻ പറ്റുമോ അത്രത്തോളം വറ്റിക്കാന്ന് നിയത്ത് വെക്കണ ചില ചങ്ങാതിമാര് ഉണ്ടാകും. അള്ളാഹു എന്തായാലും അള്ളാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വീട്ടിലേക്ക് വിളിക്കാതെ വരുന്ന അതിഥി ആരാ? വിളിക്കാതെ വരുന്ന ഗസ്റ്റ് ആരാ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ അതാ പറയുകയാ, സഹാബാ, മനോഹരമാകുന്ന സ്വർഗത്തിന്റെ വേദി കിടന്നിട്ടു നീ നിന്റെ വീട്ടിലേക്ക് അതാ കടന്നു ചെല്ലുമ്പോ വിളിക്കാതെ വരുന്ന അതിഥിയാരാ? വിളിക്കാതെ വരുന്ന അതിഥിയാരാ? സയ്യിദുനാ അസ്റായീൽ അലൈഹിസ്സലാം. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടല്ലോ, കടന്നു വരുന്ന രൂപമെങ്ങനാ, കടന്നു വരുന്ന കോലമെങ്ങനാ, കടന്നു വരുന്ന രംഗമെങ്ങനാ? റസൂലുള്ള പറയുകയാ, റസൂലുള്ള വിവരിക്കുകയാ, റസൂലുള്ള പ്രഖ്യാപിക്കുകയാ, നമസ്കരിച്ചവരാണോ, നോമ്പ് പിടിച്ചവരാണോ, സകാത്ത് കൊടുത്തവരാണോ, സദഖ കൊടുത്തവരാണോ, നന്മകൾ ചെയ്തവരാണോ, ഉംറകൾ ചെയ്തവരാണോ, ഹജ്ജുകൾ ചെയ്തവരാണോ? അസ്റായീൽ കടന്നു വരുന്ന രൂപമെങ്ങനാ? മുഖമെല്ലാം പ്രകാശിച്ചുകൊണ്ട് കടന്നു വരികയാ. സുഗന്ധമെന്റെ പ്രിയമുള്ളവരെ പരത്തിക്കൊണ്ട് അസ്റായീൽ കടന്നു വരികയാ. എന്നാൽ നമസ്കരിക്കാതെ, നോമ്പ് പിടിക്കാതെ, സകാത്ത് കൊടുക്കാതെ, നന്മ ചെയ്യാതെ, ഹജ്ജ് ചെയ്യാതെ, ഉംറ ചെയ്യാതെ, കള്ളു കുടിച്ചുകൊണ്ട്, പെണ്ണു പിടിച്ചുകൊണ്ട്, ഹറാമ് ചെയ്തുകൊണ്ട് ഓടുന്നവരാണോ, നടക്കുന്നവരാണോ, എഴയുന്നവരാണോ? അസ്റായീൽ കടന്നു വരുന്ന രൂപമെങ്ങനാ? മുഖമെല്ലാം കറുത്തിരുണ്ടുകൊണ്ട് കടന്നു വരികയാ. ദുർഗന്ധമെന്റെ പ്രിയമുള്ളവരെ പരത്തിക്കൊണ്ട് അസ്റായീൽ കടന്നു വരികയാ. അസ്റായീൽ കടന്നു വന്ന് റൂഹ് പിടിക്കുമ്പോ ഞാനും നിങ്ങളും ഉണ്ടല്ലോ, കരയുകയാ, വേദനിക്കുകയാ, സങ്കടപ്പെടുകയാ, നൊമ്പരപ്പെടുകയാ. അസ്റായീലിനോട് പറയുകയാ, താങ്ങാൻ കഴിയുന്നില്ലോ, താങ്ങാൻ കഴിയുന്നില്ലോ, വേദനിക്കുന്നു അസ്റായീല് എന്നതാ പറയുകയാ. അസ്റായീൽ പറയുകയാ, അനുഭവിക്കടാ, വേദനിക്കടാ,
നൊമ്പരപ്പെടടാ, ഹറാമുകൾ ചെയ്തവനല്ലടാ, തിന്മകൾ ചെയ്തവനല്ലടാ എന്നതാ പറയുകയാ. ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ. എല്ലാവരും വേദന കൊണ്ട് പൊളയുമ്പോ, എല്ലാവരും എന്റെ പ്രിയമുള്ളവരെ വേദന കൊണ്ട് സഹിക്കുമ്പോ റസൂലുള്ള പറയുകയാ, താങ്ങാൻ കഴിയാതെ ഞാനും നിങ്ങളുമുണ്ടല്ലോ കരയുകയാ. അസ്റായീൽ കടന്നു വരുന്നത് ഒറ്റയ്ക്കല്ല, അസ്റായീൽ റൂഹ് പിടിക്കാൻ കടന്നു വരുന്നത് ഒറ്റയ്ക്കല്ല ചെറുപ്പക്കാരാ, ഒറ്റയ്ക്കല്ല പെങ്ങളെ. ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, ഒരു കൂട്ടം മലക്കുകളതാ കടന്നു വരികയാ. ഒരു കൂട്ടം മലക്കുകളുണ്ടല്ലോ എന്നെയും നിങ്ങളുടെ ഈ ചാരത്തേക്ക് കടന്നു വരികയാ. എന്നിട്ടതാ നമ്മുടെ കാലിന്റെ തള്ളവിരലിന്റെ ഭാഗത്തേക്ക് ഒരു കൂട്ടം മലക്കുകളതാ കടന്നു വരികയാ. മുട്ടിന്റെ ഭാഗത്തേക്ക് ഒരു കൂട്ടം മലക്കുകളതാ കടന്നു വരികയാ. ഏണിന്റെ ഭാഗത്തേക്ക് ഒരു കൂട്ടം മലക്കുകളുണ്ടല്ലോ കടന്നു വരികയാ. നെഞ്ചിന്റെ ഭാഗത്തേക്ക് ഒരു കൂട്ടം മലക്കുകളതാ കടന്നു വരികയാ. റൂഹ് പിടിക്കുന്നതിന്റെ ക്യാപ്റ്റനാരാ, റൂഹ് പിടിക്കുന്നതിന്റെ നായകനാരാ, റൂഹ് പിടിക്കുന്നതിന്റെ കാവൽക്കാരനാരാ, ഇമാമാരാ. അസ്റായീൽ അലൈഹിസ്സലാം. അസ്റായീൽ തൊണ്ടക്കുഴിയുടെ ഭാഗത്തേക്ക് കടന്നു വരികയാ. അസ്റായീൽ സമ്മതം കൊടുക്കുകയോ, റൂഹ് പിടിക്കാൻ എന്റെ പ്രിയമുള്ളവരെ സമ്മതം കൊടുക്കുമ്പോ തള്ളവിരലിന്റെ ഭാഗത്തുള്ള മലക്കുകളുണ്ടല്ലോ റൂഹ് പിടിക്കുകയാ, വേദനിപ്പിക്കുകയാ, താങ്ങാൻ കഴിയാതെ കരയുകയാ. ഇച്ചിലങ്കോടിന്റെ പരിസരത്തിലൂടെ ഹറാമ് ചെയ്തവരെ, തിന്മകൾ ചെയ്തവരെ, കള്ളങ്ങൾ കാണിച്ചവരെ, മോശത്തരങ്ങൾ ചെയ്തവരെ, നഊദു ബില്ലാഹ് മഅദല്ലാഹ്, ഞാനും നിങ്ങളും അതാ കരയുകയാ. അസ്റായീലിനോട് പറയുകയാ, എന്നെ തിരിച്ചു വിടുമോ, എന്നെ ഒന്ന് മടക്കുമോ, എനിക്ക് ആഫിയത്ത് തരുമോ, എനിക്ക് ദീർഘായുസ് തരുമോ, എന്റെ ദുനിയാവിലേക്ക് മടക്കി വിടുമോ എന്നതാ പറയുമ്പോ അസ്റായീലിന്റെ പ്രിയമുള്ളവരെ സമ്മതം കൊടുക്കുമ്പോ തള്ളവിരലിന്റെ ഭാഗത്ത് നിന്ന് മലക്കഥാ റൂഹ് പിടിക്കുകയാ. റൂഹ് പിടിച്ചുകൊണ്ട് മുട്ടിന്റെ ഭാഗത്തുള്ള മലക്കിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാ. അവിടെ നിന്നുകൊണ്ട് റൂഹ് പിടിക്കുകയാ. അവിടെ നിന്നുകൊണ്ട് ഏണിന്റെ ഭാഗത്തേക്കുള്ള മലക്കിന്റെ കയ്യില് റൂഹദാ ഏൽപ്പിക്കുകയാ. അവിടെ നിന്നുകൊണ്ട് നെഞ്ചിന്റെ ഭാഗത്തേക്ക് കൊണ്ടു ചെല്ലുകയാ. പടച്ചവരെ, അവിടെ നിന്നുകൊണ്ട് നെഞ്ചിന്റെ ഭാഗത്തുള്ള മലക്കിന്റെ കയ്യിലേക്ക് നിന്റെ റൂഹദാ കൊടുക്കുകയാ. അവിടെ നിന്നുകൊണ്ട് റൂഹദാ പിടിച്ചുകൊണ്ട് തൊണ്ടക്കൊടിയുടെ ഭാഗത്തുള്ള അസ്റായീലിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാ. അസ്റായീലിനെ കാണുകയാ. അസ്റായീലിന്റെ മുഖമുണ്ടല്ലോ പടച്ചവരെ കറുത്തു ഇരുണ്ടിരിക്കുകയാ. അസ്റായീലിനോട് കേടുകൊണ്ട് പറയുകയാ, താങ്ങാൻ കഴിയുന്നില്ലോ, സഹിക്കാൻ കഴിയുന്നില്ലോ, എന്നെയൊന്ന് മടക്കി വിടുമോ എന്നതാ കരഞ്ഞുകൊണ്ട് പറയുമ്പോ അസ്റായീൽ പറയുകയാ, ഇല്ല 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 ഇല്ല. അസ്റായീൽ തൊണ്ടക്കുടിയിൽ ഒന്ന് റൂഹ് പിടിക്കുമ്പോ റസൂലുള്ള പറയുകയാ, ആരെങ്കിലും ഒരാൾ ഇല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരണപ്പെട്ട് കഴിഞ്ഞാൽ, ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു കഴിഞ്ഞാൽ, അൽഹംദുലില്ലാഹ് മരണത്തിന്റെ വേദനയുണ്ടല്ലോ ലഘൂകരിച്ചു കൊടുക്കുന്നതാ. ദഖലൽ ജന്ന, അവര് സ്വർഗ്ഗത്തിലാ. ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്റായീല് എന്റെ പ്രിയപ്പെട്ടവരെ ആയിരക്കണക്കാന മലക്കുകളുമായി കടന്നു വരും. ഓരോ മലക്കുകളും അവരെ ഏൽപ്പിച്ചിരിക്കുന്ന അവയവങ്ങളുടെ ഭാഗത്ത് നിന്ന് അസ്റായീൽ സമ്മതം കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ തള്ളവിരലിന്റെ ഭാഗത്ത് നിന്ന് പിടിച്ചു തുടങ്ങും. അവസാനം തൊണ്ടക്കുഴിയിലേക്ക് കൊണ്ട് കൊടുക്കും. അസ്റായീൽ പിടിക്കും. അസ്റായീൽ പിടിക്കുമ്പോ ഞാനും നിങ്ങളും അസ്റായീലിനോട് കരഞ്ഞിട്ട് പറയും, അസ്റായീലേ, താങ്ങാൻ കഴിയുന്നില്ല അസ്റായീലേ, വേദനിക്കുന്ന അസ്റായീലേ,
എന്നെ ഈ ചിലങ്കോടിന്റെ ദുനിയാവിലേക്ക് എന്നെ മടക്കി വിടണമെന്ന് പറയുമ്പോ അസ്റായിൽ പറയുമെടാ ചങ്ങാതി, സമയമില്ലടാ, ആഫിയത്തില്ലടാ, ദീർഘായുസില്ലടാ, നിന്നെ ഇനി തിരിച്ചു വിടാൻ കഴിയില്ലടാ. നീ മരണത്തിന്റെ വേദന അനുഭവിച്ച് ഈ ദുനിയാവിൽ നിന്ന് വിട പറയണമെന്ന് അസ്റായിൽ പറഞ്ഞിട്ട് എന്റെ നിങ്ങളുടെ റൂഹന്റെ പ്രിയപ്പെട്ടവരെ കൊണ്ടുപോകുമെന്ന. എന്നാൽ ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുന്നു, ചില ആളുകൾ മരണത്തിന്റെ സമയത്തിന്റെ പ്രിയപ്പെട്ടവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുമെന്ന. ചില ആളുകൾ അസ്റായിൽ തൊണ്ടക്കുഴിയിൽ നിന്ന് വേദനിപ്പിച്ച് റൂഹ് ഇങ്ങനെ പിടിക്കണ സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ ചില ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുമെന്ന. അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്ന വിഭാഗങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ, ഖബൂലാക്കണേ അല്ലാ. ഞാൻ ചോദിക്കട്ടെ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചാൽ അള്ളാഹു തരുന്ന പ്രതിഫലം എന്താ? ഞാൻ ചോദിക്കട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചാൽ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചാൽ അള്ളാഹു തരുന്ന പ്രതിഫലം എന്താ? മഹാന്മാരാകുന്ന പണ്ഡിതന്മാര് പറയുന്നു, അവരുടെ ജനാസ എന്റെ പ്രിയപ്പെട്ടവരെ പ്രകാശിച്ചു നിൽക്കുമെന്ന. അവരുടെ മുഖം വല്ലാതെ പ്രകാശിച്ചിരിക്കുന്ന. ചില ആളുകളൊക്കെ പറയുന്ന ഒരു പരാതിയുണ്ട്, ഉസ്താദേ ഞങ്ങൾ കറുത്തുപോയി ഉസ്താദേ. എന്താ പറയണേ? ഞങ്ങൾ കറുത്തുപോയി ഉസ്താദേ, ഞങ്ങളുടെ ശരീരം കറുത്തിരണ്ടിരിക്കുക ഉസ്താദേ. ഇപ്പൊ കാസർഗോഡുകാര് ഏറ്റവും കൂടുതൽ ക്രീം തേച്ച് വെളുക്കാൻ നോക്കുന്ന ആൾക്കാരാ അല്ലേ? അല്ലെന്ന് പറയാൻ പറ്റൂല. ഇപ്പോ ഞാൻ അതിന്റെ പേരൊന്നും പറയണില്ല. എന്നോട് കുറച്ച് കൂട്ടുകാർ പറഞ്ഞ, ഉസ്താദേ ഏറ്റവും കൂടുതൽ ക്രീം വിറ്റ് പോകുന്നുണ്ട് ഉസ്താദ് എന്ന് പറഞ്ഞാൽ. എന്താ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്രീം വിറ്റ് പോകുന്നുണ്ട് ഉസ്താദ് എന്ന് പറഞ്ഞാൽ. അല്ലാഹു ഈമാൻ നൽകി ഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറയാ, ഒരു ക്രീം ഇട്ട് വെളുക്കണ്ട. നമ്മുടെ പള്ളിയിലെ ഫൈസി ഉസ്താദ് നമ്മൾ മരിച്ചു കിടക്കുമ്പോ നമ്മുടെ ജനാസയുടെ ചാര വന്നിട്ട് നമുക്ക് വേണ്ടി ദുആ ചെയ്യും. നമ്മുടെ ഉസ്താദ് നമുക്ക് വേണ്ടി ദുആ ചെയ്യണം, അല്ലാ ഇവൻ മരിച്ചു കിടക്കുന്നത് പോലെ, ഇവന്റെ മുഖത്തെ പുഞ്ചിരി പോലെ പടച്ചവനെ ഞങ്ങൾ മരിച്ചു കിടക്കുമ്പോഴും ഞങ്ങളുടെ മുഖത്ത് നിലനിർത്തി തരണേ അല്ലാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പള്ളിയിലെ ഖത്തീബ് ഉസ്താദ് നമുക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുവേ, പടച്ചവനെ അസ്റായിൽ തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് പിടിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ മരിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയപ്പോ അള്ളാഹു അങ്ങനെ മരിക്കാൻ അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ ഈ കൈയും കാലൊക്കെ പൊക്കാൻ പറയണ വേറെ ഒന്നുമല്ല. 10 ദിവസമായി നിങ്ങൾ 10 ദിവസവും ഇതിന്റെ ശബ്ദം കേട്ട് അടിച്ചിരിക്കണവരായിരിക്കും. സ്വാഭാവികമായിട്ടും ചിലവരവിടെ ഇരുന്ന് ഉറങ്ങും, ചിലരവിടെ ഇരുന്ന് നെവർ മൈൻഡ് ആയിട്ടിരിക്കും. അപ്പോൾ ഒന്ന് കൈയും കാലൊക്കെ പൊക്കുമെന്നുണ്ടാവും. സ്വാഭാവികമായിട്ട് വയലിലേക്ക് ഒരു ശ്രദ്ധ വരും. അതിനാണ് ഇൻഷാ അല്ലാ സാധാരണ ഞങ്ങൾ ഇതിന്റെ പൊക്കൂല എന്നാ തീരുമാനമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പം എനിക്ക് വിഷയമൊന്നുമില്ല. അള്ളാഹു മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുത്തുനബി പറഞ്ഞു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരണത്തിന്റെ വേദന അറിഞ്ഞേ ഈ ദുനിയാവിൽ നിന്ന് വിട പറയൂ. ഉസ്താദേ ഞാൻ ഇവിടുത്തെ മന്ത്രിയല്ലേ ഉസ്താദേ, ഉസ്താദേ ഞാൻ ഇവിടുത്തെ ഖത്തീബല്ലേ ഉസ്താദേ, ഉസ്താദേ ഞാൻ ഇവിടുത്തെ പള്ളിയുടെ പ്രസിഡന്റ് അല്ലേ ഉസ്താദേ, ഉസ്താദേ ഇച്ചലങ്കോടിന്റെ വയലിന്റെ ദിവസങ്ങളിൽ 10ാമത്തെ ദിവസം വയല് പറഞ്ഞ ഞാനല്ലേ പടച്ചവനെ, എന്നെ നീ വെറുതെ വിടണേ അല്ലാ എന്ന് പറഞ്ഞു പടച്ചവനോട് ദുആ ചെയ്തിട്ടൊന്നും കാര്യമില്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരണത്തിന്റെ വേദന അറിഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ദുനിയാവിന്റെ തൊലിപ്പുറത്ത് നിന്ന് വിട പറയുന്നതാ. പക്ഷേ മരിക്കുമ്പോ എങ്ങനെ മരിക്കാൻ കഴിയണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മുഖമെല്ലാം പ്രകാശിച്ചുകൊണ്ട് മരിക്കാൻ കഴിയണം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ ഏകദേശം ഒരു 4 മാസം മുമ്പ് വയനാട് ജില്ലയിൽ ഒരു വയലിന് പോയി. അപ്പൊ ഞാനിങ്ങനെ ട്രെയിനിൽ ഇരിക്കുന്ന സമയത്ത് കോഴിക്കോട്ടേക്ക് ഇങ്ങനെ പോവാ. എന്റെ മുമ്പിൽ ഒരു 4 ചെറുപ്പക്കാർ ഇരിക്കാനുണ്ട്. ഈ 4 ചെറുപ്പക്കാരിൽ ഒരുത്തൻ എന്നോട് ചോദിച്ചു, ഉസ്താദേ എവിടെയോ കണ്ടു പരിചയമുണ്ട്. എന്താ പറഞ്ഞ എവിടെയോ കണ്ടു പരിചയമുണ്ട്, ഞാൻ തൊപ്പി വെച്ചിട്ടില്ല ഉസ്താദ്, ആ തൊപ്പി ഒന്ന് എടുത്തു വെക്കോ? ഞാൻ തൊപ്പി എടുത്തു വെച്ചു. മനസ്സിലായില്ല ഉസ്താദേ, ഷാളും കൂടി ഒന്ന് എടുത്തിടുവോ? ഞാൻ ഷാളും ഇങ്ങനെ തോളത്തെടുത്തിട്ടു. ഉസ്താദാണ് ആഷിഖ് താരം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ തന്നെയാണ് ആള്, പൊക്കം ഇല്ലെന്നേ ഉള്ളൂ, വർക്കില്ല കാര്യം. ഞാൻ പറഞ്ഞു ഞാൻ തന്നെ ആള്. ആ സമയത്ത് ഇവൻ എന്നോട് പറയാം, ഉസ്താദേ ഞാൻ നിങ്ങളുടെ വയലൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, നീ കേട്ടിട്ടു എന്നെ എന്താ പെട്ടെന്ന് മനസ്സിലാകാനെന്ന് ചോദിച്ചു. ഓൻ പറഞ്ഞ ഡയലോഗ് ഉണ്ട്, ഉസ്താദിന്റെ വയല് ഞങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുമ്പോൾ അതിലൊക്കെ വെളുത്തിട്ടാ ഉസ്താദ്, നേരിട്ട് കാണുമ്പോൾ കറുത്തിട്ടാ. അല്ലാഹു നൽകുമാറാവട്ടെ. അള്ളാഹു മരിക്കണ സമയത്ത് അള്ളാഹു പുഞ്ചിരി അള്ളാഹു നിലനിർത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറയാ, ഇപ്പൊ നമ്മൾ പല്ല് തേക്കുമ്പോൾ കോൾഗേറ്റ് ഉപയോഗിക്കുന്നവരുണ്ട്, ക്ലോസപ്പ് ഉപയോഗിക്കുന്നവരുണ്ട്, ഉമുക്കിരി ഉപയോഗിക്കുന്നവരുണ്ട്, പല്ല് തേക്കാത്ത ചില ഹമുക്കുകളുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. എന്തിനും ഏതിനും ഓരോ കമ്പനിയുടെ സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കണേ എന്ന് പറഞ്ഞതുപോലെ മരിക്കുമ്പോ നമ്മൾ
ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്നവരുണ്ട്, അതില്ലാതെ മരിക്കുന്നവരുണ്ട്. അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്നവരിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ മരിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയാ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്താൽ അവര് മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പറഞ്ഞ 4 കാര്യങ്ങൾ ആരാണോ ചെയ്യുന്നത് അവർക്ക് മരണത്തിന്റെ വേദന കുറയുമെന്ന, അവര് മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുമെന്ന. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചാൽ മോനെ അവർക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ ഖബറല്ലാതെ വേറൊരു തടസ്സവും ഇല്ല. അല്ലാഹുവേ അങ്ങനെ മരിക്കാൻ നീ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചുള്ള ഗുണം ഏതാ? 1, മരണത്തിന്റെ വേദന ലഘൂകരിക്കും. 2, അവരെന്റെ പ്രിയപ്പെട്ടവരെ മുഖം പ്രകാശിച്ചുകൊണ്ട് മരിക്കും. 3, ദഖലൽ ജന്ന ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവര് സ്വർഗത്തിലേക്ക് കടക്കുമെന്ന. അല്ലെ, ഇപ്പോ യൂട്യൂബിന്റെ കാലഘട്ട. കോവിഡിന് മുമ്പ് നമ്മുടെ താത്താമാരും കാക്കാമാരും ഒക്കെ വഅദ് കേൾക്കാൻ വേണ്ടി ഉറൂസുകളിൽ നിറസാന്നിധ്യമായിരുന്ന സമയമായിരുന്നു. പക്ഷേ കോവിഡ് സമയത്ത് ഒരുപാട് ഓൺലൈൻ മജ്‌ലിസും അതും ഇതും ഒക്കെ വന്നതിന് ശേഷം നമ്മുടെ നാട്ടിലൊക്കെ യൂട്യൂബ് തരംഗമായി മാറി. ഞാൻ നിങ്ങളോട് പറയാ, എന്റെ പ്രിയപ്പെട്ടവർ, ഈ സദസ്സിൽ ഇരിക്കുന്നവർ ഭാഗ്യവാന്മാരാ. കാരണം ഈ ഒരു ഓൺലൈൻ കാലഘട്ടത്തിൽ അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്ന സ്വർഗത്തിന്റെ വേദിയിലേക്ക് കടന്നിരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്ത സൗഭാഗ്യമാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ 4 കാര്യങ്ങൾ, മരണത്തിന്റെ വേദന ലഘൂകരിക്കുന്ന ഈ 4 കാര്യങ്ങൾ നമുക്ക് പറഞ്ഞിട്ട് നമുക്ക് ഈ സദസ്സിൽ നിന്ന് വിട പറയണം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇപ്പൊ 14 ദിവസത്തെ 14 ദിവസം കഴിയുമ്പോ 14 വിഷയങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. അല്ലേ ഉസ്താദേ? 14 വിഷയങ്ങൾ. ചില ആളുകളുണ്ട്, ഇന്നത്തെ ഉസ്താദ് തെക്കുന്ന് വരുന്ന ഉസ്താദാ, അപ്പൊ ഇന്ന് ഉസ്താദ് കുറച്ച് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കും. ഇന്നലെ വന്ന ഉസ്താദ് മലപ്പുറത്ത് വന്ന ഉസ്താദ് അപ്പൊ ഇങ്ങനെ സൈലന്റ് ആയിട്ട് പോകും. ഇനി അടുത്ത ദിവസം വരാൻ പോണ ഉസ്താദ് അവിടെ നിന്ന് വരുന്ന ഉസ്താദ് വന്ന് മൈക്ക് സെറ്റൊക്കെ തിന്നിട്ട് ഉസ്താദ് പോകും. ഉസ്താദിന്റെ ശൈലി കേൾക്കാം. അങ്ങനെയൊന്നും വന്നിരുന്നിട്ട് കാര്യമില്ല. പറയണ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ പഠിക്കാൻ കിട്ടിയത്. ഞാൻ പറഞ്ഞു, അല്ലാത്ത സൗഭാഗ്യം 14 ദിവസമൊക്കെ വഅദിന്റെ മജ്‌ലിസ് സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് ഇതിന്റെ കമ്മിറ്റിക്കാർ അൽഹംദുലില്ലാഹ് ഉഷാറാണ്. അല്ലാഹു നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ, റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. മരിക്കുമ്പോ ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്ന 1ാമത്തെ വിഭാഗമാരാ ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാ. റസൂലുള്ളാഹി മദീനത്തെ പള്ളിയിലേക്ക് കടന്നു വരികയാ. എന്നിട്ടതാ പറയുകയാ, സഹാബാ മരിക്കുമ്പോ ഈമാനോടെ മരിക്കണോ, ഇസ്സത്തോടെ മരിക്കണോ, റാഹത്തോടെ മരിക്കണോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് മരിക്കണോ എന്ന് സഹാബത്തിനോട് ചോദിക്കുമ്പോ സഹാബത്ത് അതാ പറയുകയാ, യാ റസൂലല്ലാഹ് മരിക്കണം നബിയേ, ഈമാനോടെ മരിക്കണം നബിയേ, ഇസ്സത്തോടെ മരിക്കണം നബിയേ, റാഹത്തോടെ മരിക്കണം നബിയേ. ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, 4 കാര്യങ്ങള് ആരെങ്കിലും ഒരാൾ എന്നെ പ്രിയമുള്ളവരെ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് മരിക്കുമ്പോ ഈമാനോടെ മരിക്കാൻ കഴിയുന്നതാ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഒന്നാമത്തേതാ ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, ആരെങ്കിലും ഒരാൾ നമസ്കരിച്ചാൽ, ആരെങ്കിലും ഒരാൾ ഇബാദത്ത് ചെയ്താൽ പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുകയാ, ഹയ്യ അലൽ സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുമ്പോ പള്ളിയിലേക്ക് കടന്നു വരുന്നവരാരാ, നമസ്കരിക്കുന്നവരാരാ, ഇബാദത്ത് ചെയ്യുന്നവരാരാ, സുജൂദ് ചെയ്യുന്നവരാരാ. ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, വെറുതെ നമസ്കരിച്ചാൽ പോരാ, വെറുതെ സുജൂദ് ചെയ്താൽ പോരാ, ഇഖ്ലാസോടെ പടച്ചവനെ പേടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പൊരുത്തം കരഗതമാക്കാൻ ആരെങ്കിലും ഒരാൾ ഇബാദത്ത് ചെയ്താൽ, നമസ്കരിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്
മരിക്കുമ്പോ ഈമാനോടെ മരിക്കാൻ കഴിയുന്നതാ, മരണത്തിന്റെ വേദനയുണ്ടല്ലോ ലഘൂകരിക്കുന്നതാ, സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയുന്നതാ. ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, ആയിരക്കണക്കാന സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂല് ആയിരക്കണക്കാന സഹാബത്തിനോട് എന്റെ പ്രിയമുള്ളവരെ പറഞ്ഞു കൊടുക്കുകയാ, ഫവൈലുൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്ക് വൈലെന്ന നരകമാ, നമസ്കരിക്കുന്നവർക്ക് കത്തിജ്വലിക്കുന്ന തീജ്വാലയുള്ള നരകമോ, നമസ്കരിക്കുന്നവർക്ക് എന്റെ പ്രിയമുള്ളവരെ നരകത്തിന്റെ തീക്കുണ്ടാരമുള്ള നരകമോ. റസൂലുള്ളാഹി സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുമ്പോ സഹാബത്ത് അതാ ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, നമസ്കരിക്കുന്നവർക്ക് ഇബാദത്ത് ചെയ്യുന്നവർക്ക് സുജൂദ് ചെയ്യുന്നവർക്ക് എന്തിനാണ് നബിയേ വൈലെന്ന് പറയുന്ന നരകമുണ്ടല്ലോ, എന്തിനാണ് റസൂലേ? ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, അവര് പള്ളിയിലേക്ക് കടന്നു വരുന്നവരോ, നാട്ടുകാരെ കാണിക്കാൻ നമസ്കരിക്കുന്നവരോ, പള്ളിയുടെ ഖതീബിനെ കാണിക്കാൻ നമസ്കരിക്കുന്നവരോ പാടില്ല, പാടില്ല, പാടില്ല. മദീനയുടെ നായകനതാ പറയുകയാ, മരിക്കുമ്പോ ഈമാനോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ദുനിയാവിൽ നിന്ന് വിട പറയുന്ന ഒന്നാമത്തെ വിഭാഗമുണ്ടല്ലോ, ഇഖ്ലാസോടെ നമസ്കരിക്കുന്നവരാ, അതപോടെ നമസ്കരിക്കുന്നവരാ, ഇഖ്ലാസോടെ ഇബാദത്ത് ചെയ്യുന്നവരാ. നാദാ, നിറഞ്ഞിരിക്കുന്ന ആയിരക്കണക്കാന സാധുക്കളാകുന്ന പച്ചമ്പളങ്കാർക്ക്, ഇച്ചിലങ്കോടുകാർക്ക്, കാസർഗോഡുകാർക്ക് അതുപോലെ മരിക്കാൻ സൗഭാഗ്യം കൊടുക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ. ആരെങ്കിലും ഒരാൾ ഇഖ്ലാസോടെ അദബോടെ തഖ്വയോടെ ആരാണോ നമസ്കരിക്കുന്നത്, അവരെന്റെ പ്രിയപ്പെട്ടവരെ മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വെറുതെ നിസ്കരിക്കണവരല്ല, നിസ്കരിക്കാൻ പള്ളിയിൽ ചെന്നിട്ട് ഇഖ്ലാസോടെ അദബോടെ തഖ്വയോടെ പടച്ചവന്റെ പ്രീതി കരഗതമാക്കാൻ, പടച്ചവന്റെ കരുണ കരഗതമാക്കാൻ നമസ്കരിക്കുന്നവരാരാ, അവരെന്റെ പ്രിയപ്പെട്ടവരെ ദഖലൽ ജന്ന, അവരെന്റെ പ്രിയപ്പെട്ടവരെ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുകയും മരണത്തിന്റെ വേദന ലഘൂകരിക്കുകയും ദഖലൽ ജന്ന, അവർ സ്വർഗ്ഗത്തിലാണെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമസ്കരിക്കണം. എങ്ങനെ നിസ്കരിക്കണം? പടച്ചവന്റെ പൊരുത്തം ലഭിക്കാൻ, അള്ളാന്റെ കരുണ കരഗതമാക്കാൻ നമസ്കരിക്കണം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പള്ളിയിൽ ഇനി റമളാൻ വരുക, റമളാൻ വരുമ്പോൾ നമ്മുടെ പള്ളിയിൽ ആക്റ്റീവ് ആകുന്ന കുറച്ച് ആളുകളുണ്ട് അല്ലെ. റമളാനിന്റെ പിറ കാണുമ്പോൾ പള്ളിയിൽ ചില ആളുകൾ വരും, എന്നിട്ട് പിന്നെ ഓരുടെ കയ്യിലാ ഭരണം മുഴുവനും, ഓരുടെ കയ്യിലാ ഭരണം മുഴുവനും. വന്നിട്ട് പള്ളിയുടെ ഉസ്താദ് എങ്ങാനും ഒന്ന് സ്പീഡ് കൂട്ടി, നിസ്കാരത്തിൽ സ്പീഡ് കൂട്ടിയാൽ ഓൻ അത് പരാതി, നിസ്കാരത്തിൽ സ്പീഡ് കുറച്ചാൽ അത് പരാതി, ഈത്തപ്പഴത്തിന് കുരു ഇല്ലെങ്കിൽ അതിന് പരാതി, കന്നിക്കുപ്പില്ലെങ്കിൽ അതിന് പരാതി. അങ്ങനെ റമളാനാകുമ്പോ പള്ളിയിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കണ ചില ആളുകളുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ. ഞാൻ പറയാ, റമളാനിൽ മാത്രമല്ല പള്ളിയിൽ കയറേണ്ടത്, റജബിൽ മാത്രമല്ല പള്ളിയിൽ കയറേണ്ടത്, ശഅബാനിൽ മാത്രമല്ല പള്ളിയിൽ കയറേണ്ടത്. അള്ളാഹുവിന്റെ പള്ളിയിൽ നിനക്കെന്റെ പ്രിയപ്പെട്ടവരെ 5 വഖത്ത് നിസ്കരിക്കുമ്പോഴും ആ പള്ളിയിൽ കയറിയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങൾ നമസ്കരിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഫവൈലുൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്ക് വൈലെന്ന് പറയുന്ന നരകമാ. സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, വൈലെന്ന് പറയുന്ന നരകം നമസ്കരിക്കുന്നവർക്ക് എന്തിനാ നബിയെ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നമസ്കരിക്കുമ്പോ ഇഖ്ലാസ് ഇല്ലാതെ നമസ്കരിക്കുന്നവർക്കാണ് വൈലെന്ന് പറയുന്ന നരകമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട ഉർവത്ത് ബിൻ സുബൈർ എന്ന് പറയുന്ന ഒരു മഹാനവറുകളുണ്ട്. നിസ്കരിക്കുമ്പോ ഇഖ്ലാസോടെ നിസ്കരിക്കണമെന്ന് പറയുന്നതിനുള്ള ഏറ്റവും വലിയൊരു തെളിവ് തരുന്നൊരു ചരിത്രമാ. പടച്ചവനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നിസ്കരിക്കണമെന്ന് പറയുന്ന ചരിത്രമാ അല്ലെ. നമ്മളൊക്കെ പള്ളിയിൽ വന്നിട്ട് നിസ്കരിക്കുമ്പോ ക്ലോക്ക് നോക്കി നിസ്കരിക്കണ ചില ആളുകളുണ്ട്. എങ്ങനെയാപ്പാ? പള്ളിയിൽ വരും, നമ്മുടെ ഫൈസി ഉസ്താദ് കൈകെട്ടും, ഞാനും നിങ്ങളും വന്ന് പുറകിൽ ഇങ്ങനെ കൈകെട്ടും. കൈകെട്ടണ സമയത്ത് ഉസ്താദ് ഇങ്ങനെ ഫാത്തി ഓതുമ്പോൾ ചില ആളുകളുണ്ട് ഇങ്ങനെ ക്ലോക്കി നോക്കും, പടച്ചവനെ ചങ്ങാതി എപ്പോഴാ നിർത്തണേ,
എപ്പോഴാ ആമീൻ പറയണേ? വലിയ സൂറത്താണല്ലോ ഓതണേ, നിർത്തിയാൽ മതിയായിരുന്നല്ലോ എന്നിങ്ങനെ ക്ലോക്ക് നോക്കി നിസ്കരിക്കണ ചില ആളുകളുണ്ട്. നിസ്കരിക്കാൻ കൈ കെട്ടുമ്പോൾ ഓർമ്മ വരുന്നു, പടച്ചോനെ ഞാൻ പുറത്തൂരിയിട്ടിരിക്കണം എൻ്റെ അഡിഡാസിന്റെ ഷൂ, ആരെങ്കിലും അടിച്ചോണ്ട് പോകുമോ റബ്ബേ എന്ത് ചിന്ത പറഞ്ഞത് പരിശുദ്ധമാക്കപ്പെട്ട നിസ്കാരത്തിലാ. നമ്മുടെ താത്തമാരൊക്കെ രാവിലെ മത്തിയും മേടിക്കും, ഇറച്ചിയും മേടിക്കും, എന്നിട്ട് ഉച്ചയ്ക്ക് ളുഹറിന് കൈ കെട്ടുമ്പോൾ ഓർക്കണം, പടച്ചോനെ ഇന്ന് എന്ത് കറിയാ വെക്ക പടച്ചോനെ എന്ന് തീരുമാനിക്കണത് നിസ്കാരത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ കടന്നു വന്നിരിക്കുക. ഇന്നലെ ഒരാൾ എന്നോട് പെട്ടെന്ന് വിളിച്ചു, എന്നോട് പറയാം, ഉസ്താദെ നിസ്കരിക്കാൻ വേണ്ടി കൈ കെട്ടിയപ്പോൾ ഉസ്താദ് നിങ്ങളുടെ കാര്യം ഓർത്ത് അങ്ങനെ വിളിച്ച ഉസ്താദ്. എന്താ പറഞ്ഞേ? ഉസ്താദെ നിസ്കരിക്കുമ്പോഴാണെന്ന് ഉസ്താദെ സർവ്വ കാര്യങ്ങളും നമുക്ക് ഓർമ്മ വരണേ. ശരിയാ, നമ്മൾ നിസ്കരിക്കുമ്പോൾ ആ ബിസിനസ് ഓർമ്മ വരണേ, നമ്മൾ നിസ്കരിക്കുമ്പോഴാ നമ്മുടെ കിടപ്പറിലെ രഹസ്യം ഓർമ്മ വരണേ, നമുക്ക് നിസ്കരിക്കുമ്പോഴാ നമ്മുടെ കടക്കാരുടെ മുഖം ഓർമ്മ വരുന്നേ, നമുക്ക് നിസ്കരിക്കുമ്പോഴാ നമ്മുടെ സാമ്പത്തിക ബാധ്യതകൾ നമുക്ക് ഓർമ്മ വരുന്നേ. പാടില്ല. നിസ്കരിക്കുമ്പോ ഈമാനോടെ അദബോടെ തഖ്വയോടെ നിസ്കരിക്കുന്നവരാരാ? അവരെന്റെ പ്രിയപ്പെട്ടവരെ മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉർവത്ത് ബിൻ സുബൈർ എന്ന് പറയുന്ന ഒരു മഹാനവറുകളുണ്ട്. ആ മഹാനവറുകളുടെ കാല് പഴുത്തുപോയി. വൈദ്യന്മാര് പറഞ്ഞു കാല് മുറിച്ച് കളയണം. പക്ഷെ ഉർവത്ത് ബിൻ സുബൈർ പറഞ്ഞു, ഒരു മരുന്ന് പോലും ഞാൻ കഴിക്കൂല, ഒരു മരുന്ന് പോലും ഞാൻ കുടിക്കൂല, എന്റെ ശരീരത്തിലേക്ക് നിങ്ങൾ കടാര ഇറക്കി വെച്ചോളാം പറഞ്ഞു. ഒരു മരുന്ന് പോലും കുടിക്കാതെ ഉർവത്ത് ബിൻ സുബൈർ തങ്ങളുടെ കാല് ഒരു വേദന പോലും ഇല്ലാതെ വൈദ്യന്മാരെന്റെ പ്രിയപ്പെട്ടവരെ മുറിച്ചു കളഞ്ഞു. കാരണം എന്തേ? ഇപ്പോ എനിക്കും നിങ്ങൾക്കും എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് എനിക്ക് ഹാർട്ടിനൊരു ബ്ലോക്ക് വന്നു, ഞാൻ നേരെ എന്ത് ചെയ്യാ, കോഴിക്കോട് മെട്രോ ഹോസ്പിറ്റലിൽ പോയി കാണിക്കുക. ഡോക്ടർ പറയാ, ഉസ്താദെ എല്ലാ ദിവസവും ഇറച്ചി കഴിച്ച് കൊളസ്ട്രോൾ കൂടിയിട്ട് ബ്ലോക്കാ ഉസ്താദെ, എങ്ങനെയെങ്കിലും ആ ബ്ലോക്ക് എന്ത് ചെയ്യണം, ഒന്ന് കളയണം, അതിന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറയാ. അപ്പോൾ ഡോക്ടർ പറയും, ഒരു ദിവസം മുന്നേ വന്ന് എന്ത് ചെയ്യണം, അഡ്മിറ്റ് ചെയ്യണമെന്ന് പറയും. ഒരു ദിവസം മുന്നേ വന്ന് മെട്രോ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മിംസില ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ അങ്ങനെ അവിടെ വന്നിട്ട് എന്ത് ചെയ്യും, 1-2 ദിവസം മുമ്പേ വന്ന് അഡ്മിറ്റ് ചെയ്യാൻ പറയും. എന്തിനാ പറയണേ? അനസ്തീഷ്യയുടെ ഡോക്ടറെ നമ്മൾ കാണേണ്ടതുണ്ട് അല്ലേ? നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടെ മയക്കുന്ന, നമ്മുടെ ബോധം കെടുത്തുന്ന ഒരു ഡോക്ടറുണ്ട്. അനസ്തീഷ്യ എന്ന് പറയുന്ന മരുന്ന് കുത്തിവെക്കുന്ന ഒരു ഡോക്ടർ ഉണ്ടാവും. ആ ഡോക്ടറിനെ വന്ന് കണ്ട് ദിവസം നിശ്ചയിച്ച് ആ മരുന്ന് കയറ്റിയിട്ട് മാത്രമേ നമ്മുടെ ശരീരത്തിലേക്ക് എന്ത് ചെയ്യാറുള്ളൂ, ഡോക്ടർമാര് കടാര കുത്തിയിറക്കാറുള്ളൂ. സിസേറിയൻ ചെയ്യുന്ന സഹോദരിമാര് അവരുടെ ശരീരത്തിലേക്ക് സിസേറിയൻ ചെയ്യണമെങ്കിൽ അതിനു മുമ്പ് അവരെ മയക്കാനുള്ള മരുന്ന് കൊടുത്തിട്ട് മാത്രമേ അവരെന്ത് ചെയ്യാറുള്ളൂ, ഓപ്പറേഷൻ ചെയ്യാറുള്ളൂ. ഒരാൾക്ക് കൈ മുറിഞ്ഞു, ആ കൈയിലൊന്ന് സ്റ്റിച്ച് ഇടണമെങ്കിൽ പോലും ആ കൈയുടെ ചുറ്റുഭാഗത്തും എന്റെ പ്രിയപ്പെട്ടവരെ മരവിപ്പിച്ചിട്ട് സ്റ്റിച്ച് ഇടാറുള്ളൂ. എന്നാൽ ഉർവത്ത് ബിൻ സുബൈർ എന്ന് പറയുന്ന മഹാനവറുകളുടെ കാല് പഴുത്തു, ഒരു മരുന്ന് പോലും കഴിക്കാതെ വൈദ്യന്മാര് ആ മഹാനവറുകളുടെ കാല് മുറിച്ച് കളഞ്ഞു. എന്തു വിദ്യയാണ് ബഹുമാനപ്പെട്ടവർ ചെയ്തത്? പഠിച്ചോ. നിസ്കരിക്കാൻ മടി കാണിക്കുന്നവര് പഠിച്ചോ. നമ്മളൊക്കെ റജബ് മാസം കടന്നു വന്നപ്പോ ഞാനും നിങ്ങളുമെല്ലാം പടച്ചവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തൊരു ദുആ ഉണ്ട്. റജബ് മാസം കടന്നുപോയി, ശഅബാനിലേക്ക് നമ്മൾ കടന്നു. ഇന്നത്തെ ഇശാ നിസ്കാരത്തിന് ശേഷം പോലും നമ്മുടെ ഫൈസി ഉസ്താദും നമ്മുടെ മുദരിസ് ഉസ്താദും മറ്റു മുഅല്ലിമീങ്ങളൊക്കെ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തൊരു ദുആ ഉണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. പടച്ചവനെ, റജബിലും ശഅബാനിലും അല്ലാഹ് ബറക്കത്ത് തരണേ അല്ലാഹ്, റാഹത്ത് തരണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. അത് കഴിഞ്ഞ് പടച്ചവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തല്ലോ. വബല്ലിഅനാ റമളാൻ. ഒരുപാട് പ്രതിഫലങ്ങളുള്ള, ഒരുപാട് ആനന്ദമുള്ള, ഒരുപാട് ആഹ്ലാദമുള്ള റമളാൻ ഉണ്ടല്ലോ, ഞങ്ങളിലേക്ക് ആഗതമാക്കണേ അല്ലാഹ്. അത് കഴിഞ്ഞ് പടച്ചവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തല്ലോ. അല്ലാഹുമ്മ വഫിഖ്നാ ഫീഹി ലിസിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ.